ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴക്കാറൊക്കെ ഉണ്ട്. പാലക്കാട് മഴയും ചെറുതായിട്ട് പൊടിയുണ്ട്. ഇപ്പം നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു 3-4 ദിവസമായിട്ട് 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വെയിറ്റ് ലോസ് തുടങ്ങിക്കഴിഞ്ഞു. അതായത് ചില വാക്കൊക്കെ മലയാളത്തിലേ കിട്ടുള്ളൂ കേട്ടോ. വണ്ണം കുറയ്ക്കാനായിട്ട് ഞാനൊരു ശ്രമത്തിലാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 2 ദിവസം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ പാലും ഓട്സും ചിയ സീഡും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് മാതള നാരങ്ങ, ആപ്പിൾ, പേരയ്ക്ക, പഴവും കൂടി ആയിട്ടാണ് ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത്. ഇത് കുറച്ച് കൂടുതലുണ്ട്. ഇത്രയും ഞാൻ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ ഡിന്നർ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയിട്ട് 3 ട്രിപ്പായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇതിൽ നട്ട്സും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പംകിൻ സീഡ്, സിയ സീഡ് എല്ലാം ഇടാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ പാലിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചായിരുന്നു ഓട്സ്. ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തിളപ്പിച്ചിട്ട് ആറിയ പാൽ വേണമെങ്കിലും ഒഴിക്കുക. പിന്നെ നമ്മളെ ഈ ഗുഡ് ലൈഫിൻ്റെ മിൽക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മിൽക്കൊക്കെ വേണമെങ്കിലും മേടിച്ച് നമുക്ക് മിക്സ് ചെയ്യട്ടോ. ഫാറ്റ് കുറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടുതൽ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇപ്പം ഞാനിത് എടുത്തേക്കണത്. പിന്നെ ഞാൻ 3-4 പ്രാവശ്യമായി ഇത് തുടങ്ങിയിട്ട് ഞാൻ വിട്ടതിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒരു കഠിന തീരുമാനത്തിൽ നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 73 കിലോ ഉണ്ട്. അതിലെത്ര കിലോ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ 1 മാസം കൊണ്ട് കുറച്ച് ഞാൻ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയട്ടെ. കാരണം ഞാൻ ജിമ്മിലും ഞാൻ പോവാമെന്ന് വെച്ചിട്ടാണ്. കാരണം അവിടെയൊക്കെ പോയിട്ട് നമ്മൾ എല്ലാം സംസാരിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ജിമ്മിലും പോകാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം നമുക്കൊരു ട്രെയിനർ എന്ത് കാര്യത്തിനും ഒരാൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവും. അത് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. അയ്യോ അത് ചെയ്യണം, അല്ലെങ്കിൽ അത് ഓവറാവാൻ പാടില്ല എന്നുള്ളത് കേട്ടോ. നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമുക്കത് പറ്റൂല. ഇന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ അത് നാളെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് എൻ്റെ ഡയറ്റ് ഇത്രയും ദിവസം പോയത്. എനിക്ക് ഒരാഴ്ചയിൽ ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളെൻ്റെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും എടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ മുഖം ചെറുതായിട്ട് ക്ഷീണിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റിട്ട് പച്ചവെള്ളം ഒരു മൊന്ത കുടിച്ചു, ഒരു 1/4 ലിറ്റർ വരോളം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു, ലെമണും ഹണിയൊക്കെ പിഴിഞ്ഞൊഴിഞ്ഞിട്ട്. പിന്നെ വന്നിട്ട് ഞാൻ കഴിച്ചത് ഈ രാവിലത്തെ നമ്മളിപ്പോൾ കാണിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പേരക്ക ജ്യൂസായിരുന്നു കേട്ടോ കുടിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറേ ഫ്രൂട്ട്സ് ഞാൻ മേടിച്ചിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കിലോ 100 രൂപയ്ക്കായിട്ട്. കാരണം നമുക്ക് കൂടുതൽ ഇതിൽ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. പിന്നെ കൂടുതൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കാൻ വിടരുത്. പിന്നെ ഒരു 2-2.5 ലിറ്ററത്തോളം വെള്ളം കുടിക്കണം. നമ്മൾ വിശക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കണം. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ കുറേ ദിവസം ആയപ്പോൾ 2-3 ദിവസം ആയപ്പോൾ ഇത് കിലോ 100 രൂപയ്ക്ക് മേടിച്ച പൈനാപ്പിൾ ചീത്തയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് പപ്പായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടല്ലോ. പപ്പായൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് വിഷമില്ലാത്ത പപ്പായൊക്കെ ഞാൻ വലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പൈനാപ്പിൾ ഇത് എന്ത് പറ്റിയെന്നറിയില്ല, ഇത് ഇങ്ങനെ കറുത്ത കളറായിപ്പോയി. അപ്പോൾ 100 രൂപയ്ക്ക് മേടിച്ചതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് പൈനാപ്പിൾ 50 രൂപയ്ക്ക് ആക്കിയിട്ടെങ്കിലും കുറച്ചൊക്കെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ടാണ്. നമുക്കൊരു 4 പേർക്കുള്ള ജ്യൂസിനുള്ള പൈനാപ്പിൾ ഞാൻ തല്ലിക്കൂട്ടി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. പിന്നെ രണ്ടാമത്തെ പൈനാപ്പിളും കൂടെ എടുത്തു, അത് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതും കുറച്ചും കൂടെ ഇങ്ങനെ ചീഞ്ഞ് വരുന്നുണ്ട്. കാരണം ഇത് മേടിച്ചിട്ട് ഒരാഴ്ചയായി. ഇത് ഫ്രൂട്ട്സ് കടക്കാരൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വില കൂടിയ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇപ്പോഴത്തെ എല്ലാത്തിനും വില കൂടുതലല്ലേ. പിന്നെ എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ ചെത്തി കഴിക്കാൻ ഭയങ്കര മടിയാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഞാൻ എടുത്തു വെച്ചത്. കാരണം പൈനാപ്പിൾ ഈ ഇത് കണ്ട പകുതി ദശയോട് കൂടിയിട്ടാണ് ഞാൻ കളയണത് കേട്ടോ. എത്ര പൈനാപ്പിൾ വേസ്റ്റായി പോകണമെന്ന് നോക്കിയാൽ പകുതിയാക്കിയേ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ പൈനാപ്പിൾ മേടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് ഇത്രയും വേസ്റ്റ് ചെത്തി കളയണ്ട. ഇത് ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് കഴിക്കാവോ, ജ്യൂസ് കഴിക്കേ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന വീഡിയോ എന്തായാലും ഇതെനിക്ക് അത്ര നല്ലതായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എടുക്കുക. കാരണം ഇതിൽ അത്ര വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നണം. ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വീഡിയോ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ വെട്ടിച്ചുരുക്കി 1 മിനിറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫുൾ വീഡിയോ ആക്കിയത് കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ മാത്രമേ
കുറച്ച് വ്യൂസും കുറച്ച് സബ്സ്ക്രൈബറും കയറുള്ളൂ. നമ്മൾ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ വീഡിയോ എടുക്കലുണ്ടാവില്ല. പിന്നെ ഇതിങ്ങനെ ബ്ലാക്ക് കളർ വരുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്കും കൂടെ കൊടുക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പീസൊക്കെ എടുത്ത് തിന്ന് നോക്കിയിട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. കാരണം എനിക്ക് വലിയ കുഴപ്പമില്ല, പിള്ളേർക്കും കൂടെ കൊടുക്കാം, ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് എൻ്റെ പ്ലാനിങ് വന്നിട്ട് ഞാൻ വിചാരിച്ചത് പൈനാപ്പിൾ ചില്ലി ഇടാമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും വേസ്റ്റ് പോയിട്ട് നമുക്ക് കിട്ടിയ പൈനാപ്പിൾ ഇത് ഇത്ര പട്ടി ചന്തയ്ക്ക് പോയ പോലെയായിരുന്നു ഈ പൈനാപ്പിളിൻ്റെ കാര്യത്തിൽ. കാരണം 100 രൂപയ്ക്ക് പൈനാപ്പിൾ മേടിച്ചിട്ട് 50 രൂപേൻ്റെ മുതലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ.